വിന്നേഴ്സ് TTC അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് മലയാളത്തിലെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പലരും സംസ്കൃതം, അറബി, ഉറുദു അങ്ങനെ പല ഭാഷകൾ പഠിച്ച് വന്നിട്ടുള്ളവരായിരിക്കും. ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ മലയാളം ഒരു വേറെ ആയിട്ട് തന്നെ എടുക്കണം, എന്നാലാണ് മലയാളത്തെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ പല ഭാഷകൾ പഠിച്ച് വന്നത് കൊണ്ട് കുറച്ച് ഇതിനെ പറ്റിയിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഭാഷ നമുക്കറിയാം, ജീവികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങൾ എന്തൊക്കെയാണ്? വരമൊഴി, അതുപോലെ തന്നെ വാമൊഴി. വാമൊഴി എന്ന് പറഞ്ഞാൽ സംസാരം. അതുപോലെ തന്നെ വരമൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നതിനെയാണ് വരമൊഴി എന്ന് പറയുക. എഴുതി നമ്മൾ ആ ഒരു ആശയം പ്രകടിപ്പിക്കുന്നതിനെയാണ് വരമൊഴി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുക്കുന്നത് മലയാളമാണ് അല്ലേ. അപ്പോൾ മലയാളത്തെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ മലയാളം ദ്രാവിഡ ഗോത്രഭാഷയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദ്രാവിഡ ഗോത്രഭാഷയിൽ ഉൾപ്പെടുന്ന വേറെ 4 ഭാഷകൾ കൂടിയുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു. ഇത്രയും ഭാഷകളാണ് ദ്രാവിഡ ഗോത്രഭാഷയിൽ ഉൾപ്പെടുന്നത്. എക്സാമിന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ദ്രാവിഡ ഗോത്രഭാഷയിൽ ഉൾപ്പെടാത്ത ഒരു ഭാഷ ഏത് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അതിൽ എക്സ്ട്രാ വരുന്ന ഈ ഒരു 5 ഭാഷകൾ അല്ലെങ്കിൽ ഒരു 4 ഓപ്ഷനൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒരു 3 ഓപ്ഷൻ ഇതിൽ മലയാളം, അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു. ഇത്രയും ഭാഷകൾ ദ്രാവിഡ ഗോത്രഭാഷയാണ്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഹിന്ദി കൂടി തന്നിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എടുത്തെഴുതേണ്ടത് ഹിന്ദി എന്നാണ് ടിക്ക് ഇടേണ്ടത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ലിപി. ലിപി എന്ന് പറഞ്ഞാൽ എഴുത്ത് അല്ലെങ്കിൽ നമ്മളെ അക്ഷരമാല, അതിനൊക്കെ ലിപി എന്ന് പറയാം. നമ്മുടെ സംസാര ഭാഷ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്നതിനുള്ള ഒരു വരമൊഴി രൂപമാണ് ലിപി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എല്ലാവരും പഠിച്ചിട്ടുണ്ട് സ്വരങ്ങൾ, സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം, അനുസ്വാരം, വിസർഗം, ചിഹ്നങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബോർഡ് ചെറുതായിട്ട് ഇളകുന്നതുകൊണ്ട് എഴുതാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അക്ഷരങ്ങളിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട, അക്ഷരം അത് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ആദ്യം വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ വർണ്ണങ്ങൾ കൂടിയിട്ടാണ് അക്ഷരം ഉണ്ടാവുന്നത് അല്ലേ. വർണ്ണം എന്ന് വർണ്ണം ഒരു ഒരു ഏറ്റവും അക്ഷരത്തിൻ്റെ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിനെയാണ് പറയുക? വർണ്ണം എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത ഏറ്റവും ചെറിയ ഒരു ഘടകമാണ് വർണ്ണം എന്ന് പറയുന്നത്. ഈ വർണ്ണങ്ങൾ കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. അക്ഷരം ഉണ്ടാവണു, അക്ഷരം കൂടിയിട്ട് വാക്കുകൾ കൂടിയിട്ട് വാക്യം. ഇപ്പോൾ വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഏറ്റവും ചെറിയൊരു ഘടകമാണ് വർണ്ണം എന്ന് പറഞ്ഞത്. പിന്നെ അക്ഷരം എല്ലാവർക്കും അറിയാം, അക്ഷരം, പിന്നെ അക്ഷരം ചേർന്നിട്ട് വാക്കുകൾ ഉണ്ടാവുന്നു, വാക്കുകൾ ചേർന്നിട്ട് വാക്യങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഈ ഒരു ഇതിലാണ് നമ്മുടെ മലയാളം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. വർണ്ണം, അക്ഷരം, വാക്ക്, വാക്യം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ക എന്നുള്ളൊരക്ഷരം വ്യഞ്ജനാക്ഷരമാണല്ലേ, അതറിയാം. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക പ്ലസ് ആയാണ് ക എന്നുള്ളൊരക്ഷരം വരുന്നത്. ക പ്ലസ് ആയാണ് ക.
അധികം, പ്ലസ് എന്നുള്ളൊരു വാക്ക് മലയാളത്തിലിട്ട് അധികം എന്നാണ് പറയുക. അധികം ഈ എന്താണ് കെ. ഇത് വ്യഞ്ജനാക്ഷരമാണ്. ഈ വ്യഞ്ജനാക്ഷരത്തിന് ഒരു സ്വരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നിൽക്കാൻ കഴിയുള്ളൂ. എന്താണ്? വ്യഞ്ജനാക്ഷരത്തിന് സ്വരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിൽക്കാൻ കഴിയൂ. പിന്നെ അതുപോലെ തന്നെ ചില്ലക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങൾ അറിയാം അല്ലേ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ ചില്ലക്ഷരങ്ങൾ. ഈ ചില്ലക്ഷരങ്ങളും തന്നെ സ്വതന്ത്ര വ്യഞ്ജനങ്ങൾ എന്നാണ് ചില്ലക്ഷരങ്ങളെ പറയുക. ഇപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നമ്മൾ സ്വരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് നിൽക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇത് എന്താ പറയുക, നമ്മൾ സ്വതന്ത്ര വ്യഞ്ജനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സ്വരാക്ഷരങ്ങൾ എന്താ പറയുക? സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വയം നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അതായത് സ്വതന്ത്ര വർണ്ണങ്ങളാണ് എന്ത്? സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ മുതൽ ആ വരെയുള്ള എന്താണ് അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. 15 സ്വരാക്ഷരങ്ങളാണുള്ളത്. നമ്മൾ അക്ഷരം എന്താണ്? അക്ഷരം എന്ന് പറഞ്ഞാൽ, ക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. ക്ഷരം നശിക്കുന്നത്. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. അക്ഷരം നാശമില്ലാത്തത്. ഒരിക്കലും നമ്മൾ എന്ത് പഠിക്കുന്നത് എന്തായാലും നമുക്കൊരിക്കലും അധികമാവില്ല. നമ്മൾ കൊടുക്കുന്തോറും ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മളെ ഈ ഒരു അക്ഷരങ്ങൾ, നമ്മുടെ ഈ പഠനം തന്നെയാണ്. ഇപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നശിക്കാത്തതാണ്. ഭാഷയിലെ ഉച്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദ ഘടകത്തിനെയാണ് എന്ത് പറയുന്നത്? അക്ഷരം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, അങ്ങനെ പല രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. ഈ ഒരു അക്ഷരമാല സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, അനുസ്വാരം, വിസർഗം, ചിഹ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലായി? നമുക്ക് ഇത് ആരാണ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ അക്ഷരമാല നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ ഒരു അക്ഷരമാല നമുക്ക് സമ്മാനിച്ചത്. അദ്ദേഹം ഹരിനാമ കീർത്തനം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെയാണ് നമുക്ക് ഈ ഒരു അക്ഷരമാല നമുക്കായിട്ട് തന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അക്ഷരമാല ക്രമത്തിലുള്ള കീർത്തനമാണത്. സ്വരം, വ്യഞ്ജനം, ചില്ലക്ഷരങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഈ അക്ഷരമാല തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത് ഹരിനാമ കീർത്തനം എന്ന കൃതിയിലൂടെയാണ് നമുക്കത് അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര അക്ഷരങ്ങളുണ്ട് മലയാള അക്ഷരമാലയിൽ? 56 എന്നായിരുന്നു മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ 51 അക്ഷരങ്ങളാണുള്ളത്. 15 സ്വരാക്ഷരങ്ങൾ, 36 വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്നിട്ട് 51 അക്ഷരമാണ് മലയാള അക്ഷരമാലയിലുള്ളത്. 15 സ്വരാക്ഷരങ്ങൾ, 36 വ്യഞ്ജനാക്ഷരങ്ങൾ. മുന്നേ 56 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? നമ്മൾ ചില്ലക്ഷരങ്ങൾ കൂടി കൂട്ടിയിട്ടാണ്. 5 ചില്ലക്ഷരങ്ങൾ ഉണ്ടല്ലേ, അതിനെ കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ചില്ലക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രക്കലയിട്ട വ്യഞ്ജനത്തിനെയാണ് എന്ത് പറയുന്നത്? ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേറൊരു അക്ഷരമായിട്ട് കൂട്ടണ്ട എന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 49 അക്ഷരങ്ങളാണെന്നും പുതിയതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് നമ്മുടെ സ്വരാക്ഷരങ്ങളുള്ള ആ എന്നുള്ള 2 അക്ഷരം ഒഴിവാക്കിയിട്ട് പിന്നെ 13 അക്ഷരം അവിടെ വരുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും, മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരമുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? 51 അക്ഷരമാണ് മലയാള അക്ഷരമാലയിലുള്ളത്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്.
അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, സ്വയം നിൽക്കുന്ന അക്ഷരങ്ങളെയാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയണത് പറഞ്ഞു. ആ മുതൽ ആ വരെയുള്ള അക്ഷരമാണ് എന്ത് സ്വരാക്ഷരങ്ങളിൽ വരുന്നത്. അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ക എന്നുള്ളൊരു അക്ഷരം വരണം എന്നുണ്ടെങ്കിൽ ക്ക് അധികം ആയാണ് എന്ത് ക എന്നുള്ളൊരു അക്ഷരം വരണം. അപ്പോൾ ഈ ഒരു ക എന്നുള്ളൊരു അക്ഷരത്തിന് സ്വരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഇത് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ കി എന്നുള്ളൊരു അക്ഷരം വേണമെങ്കിൽ ക്ക് അധികം ഈ ആണ്. അപ്പം അത് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ അതുപോലെ തന്നെ സ്വരാക്ഷരങ്ങളെ ആദ്യം ഹ്രസ്വാക്ഷരങ്ങളെന്നും ഹ്രസ്വം ദീർഘാക്ഷരങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയാണ് ഹ്രസ്വം ദീർഘം. ഇത് ഹ്രസ്വാക്ഷരങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണെന്നറിയോ? നമ്മൾ ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാൻ ഒരു മാത്രം ആവശ്യമുള്ള അക്ഷരങ്ങളാണ് എന്ത് ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഒരു മാത്ര, അതായത് ആ എന്നുള്ളൊരു അക്ഷരം അത് ഹ്രസ്വത്തിലാണ് വരുന്നത്. ആ, ഈ, ഉ, റ്, എ, ഓ. ഈ അക്ഷരങ്ങൾ ചുരുക്കി ഉച്ചരിക്കുന്നതിനെയാണ് ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഹ്രസ്വാക്ഷരങ്ങൾ ആ, ഈ, ഉ, ഹൃ, എ, ഓ ഇത്രയാണ് വരുന്നത് ഹ്രസ്വാക്ഷരത്തിൽ. ദീർഘാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘാക്ഷരം എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാൻ ഒരു മാത്രയിലധികം ആവശ്യമുള്ള ശബ്ദങ്ങളെയാണ് ദീർഘാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ, ഈ, ഉ, ഔ, എ, ഐ, ഓ. ഇത്രയും അക്ഷരങ്ങളാണ് ഏത് ദീർഘാക്ഷരത്തിൽ വരുന്നത്. ഇത് ഉച്ചരിക്കാൻ ഒരു മാത്രയിലധികം ആവശ്യമുണ്ട് സമയം. ആ, ഈ, ഉ, ഔ, എ, ഐ, ഓ ഇത്രയും അക്ഷരങ്ങളാണ് ദീർഘാക്ഷരത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹ്രസ്വാക്ഷരം, ദീർഘാക്ഷരം ഇപ്പം രണ്ടൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് സമാനാക്ഷരങ്ങൾ. സമാനാക്ഷരങ്ങൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ആ, ഈ, ഉ, ഹൃ. ആ മുതൽ ഹൃ വരെയുള്ള അക്ഷരങ്ങളാണ് എന്ത് സമാനാക്ഷരങ്ങളിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സന്ധ്യക്ഷരങ്ങൾ. സന്ധ്യക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എ, ഐ, ഓ, ഔ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? സന്ധ്യാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരം എന്താ പറയുക, സന്ധി എന്ന് പറഞ്ഞാൽ എന്താ ചേർച്ച അല്ലേ. സ്വരാക്ഷരങ്ങളിൽ തന്നെ മറ്റൊരു സ്വരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങളാണ് എന്ത് സന്ധ്യക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്നുള്ളൊരു അക്ഷരം ഉണ്ടാവണമെങ്കിൽ എ, ആ അധികം ഈ ആണ് എന്ത് എ എന്നുള്ളൊരു അക്ഷരം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓ, ആ അധികം ഉ. പിന്നെ അതുപോലെ
ഐ എന്നുള്ളൊരു അക്ഷരം ആ അധികം എ. പിന്നെ അതുപോലെ തന്നെ ഔ അധികം ഓയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താ പറയുക, സന്ധ്യക്ഷരങ്ങൾ എന്നാണ് പറയുക. എ ഒ ഐ ഔ ഈ അക്ഷരങ്ങൾ എന്താണ്, സന്ധ്യക്ഷരങ്ങളാണ്. അതായത് പിന്നെ ഒരു സ്വരാക്ഷരത്തിനോട് കൂടി മറ്റൊരു സ്വരാക്ഷരം ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങളാണ് എന്ത്, സന്ധ്യക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വരാക്ഷരങ്ങളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്, 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹ്രസ്വാക്ഷരങ്ങൾ പറഞ്ഞു, ദീർഘാക്ഷരം പറഞ്ഞു, സമാനാക്ഷരം പറഞ്ഞു, സന്ധ്യക്ഷരം പറഞ്ഞു. അടുത്തത് ചുട്ടെഴുത്താണ്. ചുട്ടെഴുത്ത്. ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടി പറയുന്ന എഴുത്തുകളെ പറയുന്നതാണ് ചുട്ടെഴുത്ത്. ആ ഇ എ. പിന്നെ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഇതാണ് എ എന്ന് ചോദിക്കുന്ന ആ ഒരു ഇത് വരുന്നത്. അതായത് ചൂണ്ടി പറയുന്ന അല്ലെങ്കിൽ ഒരു ചൂണ്ടി പറയുന്നതിനെയാണ് പറയുന്നത് ചുട്ടെഴുത്ത് എന്നുള്ളത്. ആ ഈ എ. ആ എന്ന് പറഞ്ഞാൽ അത്, ഈ ഇത്, എ എന്ന് പറഞ്ഞാൽ എന്ത്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അക്ഷരങ്ങളെയാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി നെക്സ്റ്റ് സ്വരാക്ഷരങ്ങൾ നമ്മൾ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട് പറഞ്ഞു. ഹ്രസ്വാക്ഷരം, ദീർഘാക്ഷരം, സമാനാക്ഷരം, സന്ധ്യാക്ഷരം, ചുട്ടെഴുത്ത്, ഇങ്ങനെ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരം. ഇനി വരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതിൽ വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുന്നതിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ അതിനെ പല രീതിയിൽ വർഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു വ്യഞ്ജനാക്ഷരം ക മുതൽ ക, ഖ, ഗ, ഘ, ങ അല്ലേ, ഇങ്ങനെയാണ് വായിക്കുക. ഇപ്പം എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള രീതി, എങ്ങനെയാണ് കാക്ക ഗംഗ ങ, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ ഇതേപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് തെറ്റായി പോവും. ശരിക്കും എങ്ങനെയാണ് വരുന്നത്, ക എന്നുള്ളൊരക്ഷരം ഫസ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത് കായാണ് അല്ലേ. ക കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ഏതാണ്, ഘ എന്നുള്ളൊരു അക്ഷരമാണ് വരുന്നത്. ഈ ക ഖ പറയുമ്പോൾ എന്താണ്, കൂട്ടക്ഷരം കായാണ് നമ്മൾ പറയുമ്പോൾ തോന്നുക. പക്ഷേ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഖ എന്നുള്ളൊരു അക്ഷരം വരുന്നത് ക അധികം ഹായാണ് എന്ത്, ഈ ഘ എന്നുള്ളൊരു അക്ഷരം വരുന്നത്. ക ഖ ക ഖ ഒരു പറയുമ്പോൾ തന്നെ അറിയാം ഹ എന്നുള്ളൊരു സൗണ്ട് ലാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ എന്നുള്ള അക്ഷരം, ഗ മൃദുവായിട്ട് ഉച്ചരിക്കുന്നതാണ് ഗ. അടുത്ത അക്ഷരം വരുന്നത് ഘ. ഈ ഘാൻ്റെ കൂടെ ഹ എന്നുള്ളൊരു സൗണ്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സ്വരം അക്ഷരം വരുമ്പോഴാണ് എന്ത്, ഘ അല്ലേ, ഘ എന്ന് വായിക്കുക. പിന്നെ അടുത്തത് ങായാണ്. ങ എന്നുള്ളൊരു അക്ഷരം ക ഖ ഗ ഘ ങ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. കാക്ക ഗംഗ എന്ന് ഒരിക്കലും വായിക്കാനും പാടില്ല, കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു ലൈന് വരുന്നത് ഏതാണ്, ച. ച കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഛ. നമ്മൾ ചാച്ച ജഞ്ചഞ്ഞ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അതൊരിക്കലും പറയാൻ പാടില്ല. ഇതെങ്ങനെയാണ് പറയേണ്ട രീതി, ചായയുടെ കൂടെ ച അധികം ഹായാണ് വരുന്നത്. ഛ ഹ എന്നുള്ളൊരു സൗണ്ട് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ലാസ്റ്റ് വരുന്നുണ്ട്. നല്ലപോലെ പറഞ്ഞു നോക്കിയാൽ അറിയാം. പിന്നെ അടുത്തത് മൃദുവായിട്ട് പറയുന്നതാണ് ഝ. ഈ ഝാൻ്റെ കൂടെ ഝ അധികം ഹായാണ് എന്ത്, ഝ എന്നുള്ളൊരു അക്ഷരം വരുന്നത് ഝ. പിന്നെ അതുപോലെ തന്നെ ഞ. പിന്നെ അതേപോലെ തന്നെ ട എന്നുള്ളൊരു അക്ഷരം, ടയുടെ കൂടെ ഹ കൂടിയിട്ടാണ് അടുത്ത അക്ഷരമായിട്ടുള്ള ട. നമ്മൾ ട എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അക്ഷരങ്ങൾ പറയുമ്പോൾ തെറ്റായ രീതിയിലാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. ഇപ്പോൾ വട,
വട നമ്മൾ കുറച്ച് കടുപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ് ആ ട. പക്ഷെ നമ്മളെങ്ങനെ പറയാം വട. ആ ഡ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉച്ചാരണം വരുന്നത് ഈ ഡായാണ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ വരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ പറയാനായിട്ട് പാടില്ല. കുറച്ച് കടുപ്പിച്ചിട്ട് തന്നെ വട അല്ലെങ്കിൽ അട, അടി ആ ഒരു പറയുമ്പോൾ ടായാണ് വരുന്നത് കേട്ടോ. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഈ ഡ എന്നുള്ളൊരു ഉച്ചാരണം നമ്മുടെ ഇതിൽ വരാൻ പാടില്ല. ടാൻ്റെ കൂടെ ഹ കൂടിയാൽ എന്താണ് ഠ, പിന്നെ ഡ, ഢ, ണ അങ്ങനെയാണ് വായിക്കുമ്പോൾ വരിക. അതുപോലെ തന്നെ അടുത്തത് പ എന്നുള്ളൊരു അക്ഷരം വരുന്നത് പ. അതിൻ്റെ കൂടെ ഹ കൂടിയിട്ടാണ് അടുത്തൊരു അക്ഷരം വരുന്നത് ഫ എന്നാണ് പറയുക. ശരിക്കും ഫ എന്ന് പലരും ഉച്ചരിക്കാറുണ്ട് ഈ ഒരു അക്ഷരം. ഇത് ഫ. പക്ഷെ അങ്ങനെ ഒരു ഉച്ചാരണം മലയാള അക്ഷരമാലയിൽ വരുന്നില്ല. ഇത് പായുടെ കൂടെ പ അധികം ഹ കൂടിയിട്ടുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. ഭ, പ, ഭ, ബ, ഭ, മ അങ്ങനെയാണ് വരുന്നത്. ബലൂൺ ഈ ബാൻ്റെ കൂടെ ഹ കൂടുമ്പോഴാണ് എന്ത് ഭ എന്നുള്ള ഒരു സൗണ്ട് വരുന്നത്. ഓക്കെ. ബോർഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എഴുതാനായിട്ട്. ഖ, ഖ, ഘ, ഘ, ങ, ച, ഛ, ഝ, ഝ, ഞ. ഈ ഒരു ഓർഡർ എല്ലാവരും പഠിച്ചു വെക്കണം. ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഉച്ചരിക്കുമ്പോൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കേണ്ടു. ഇപ്പോൾ ഇതിൽ ഇതൊരു ലൈനാണ്. അത് ബോർഡിൽ അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം ഇത് ഇങ്ങനെ ഈ ഒരു നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വർഗ്ഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇപ്പം ഈ ഒരു ക, ഖ, ഗ, ഘ, ങ ഈ ഒരു അക്ഷരത്തിന് പറയുന്ന പേരാണ് കവർഗം. എന്താണ് കവർഗം. പിന്നെ അതേപോലെ തന്നെ ഇത് ചവർഗം. സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പറയുക നിങ്ങൾ ഇന്ന് കവർഗത്തിൽ ഒരക്ഷരം പഠിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ടക്ഷരം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ചവർഗത്തിൽ രണ്ടക്ഷരം പഠിപ്പിക്കുക എന്ന് കുട്ടികൾ അങ്ങനെയൊക്കെയാണ് പറയുക ടീച്ചേഴ്സ്. അപ്പോൾ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഇത് അങ്ങനെ അറിഞ്ഞിരിക്കാത്തൊരവസ്ഥ വരരുത്. അപ്പോൾ അതാണ് 5 വർഗ്ഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ടവർഗം, ടവർഗം, തവർഗം. ഇത് സിമ്പിളാണ്. ഈ ഒരു ലൈൻ എടുത്ത് നോക്കിയാൽ അറിയാം. പവർഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉച്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വർഗ്ഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഖരം. ഈ ഒരു ലൈനിലുള്ള അക്ഷരങ്ങളെല്ലാം നമ്മൾ കുറച്ച് കടുപ്പിച്ചിട്ടാണ് ഉച്ചരിക്കുന്നത് പറഞ്ഞു അല്ലേ. ക, ച, ട, ത, പ. അപ്പോൾ ഇതെല്ലാം തന്നെ കടുപ്പിച്ച് ഉച്ചരിക്കുന്നതാണ്. ഖരം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു വസ്തുവാണ് ഖരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കായിനേക്കാളും കുറച്ചും കൂടി കടുപ്പിച്ചിട്ടല്ലേ നമ്മൾ ഈ ഖ എന്നുള്ള അക്ഷരം പറയുന്നത്. അല്ലെങ്കിൽ ഛ, ഠ, ധ, ഭ. ഇതിനെ അധികരം എന്നാണ് പറയുക കേട്ടോ. എന്താണ് ബോർഡ് അധികരം, അധികരം, ഖരം, അധികരം. പിന്നെ ഈ ഒരു ഗ, ജ, ഡ, ദ, ബ ഇതിനെ നമ്മളെങ്ങനെ മൃദുവായിട്ടാണ് ഉച്ചരിക്കുന്നത് അല്ലേ, സോഫ്റ്റായിട്ട്. ഈ സോഫ്റ്റായിട്ട് ഉച്ചരിക്കുന്നതിന് എന്താ പറയുക, മൃദു. എന്താ പറയുക, മൃദു. പിന്നെ അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ച് കടുപ്പത്തിൽ ഉച്ചരിക്കുന്നത് എന്താണ്, ഖ, ഝ, ഢ, ധ, ഭ. ഇതിനെന്താ പറയുക, ഘോഷം. നമ്മൾ കുറച്ച് ഘോഷത്തോടു കൂടിയാണ് ഇതിനെ ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഘോഷം എന്നാണ് പറയുക. ഈ ഒരു ലൈന് ഖരം, അധികരം, മൃദു, ഘോഷം. അടുത്തത്
ങ ഞ ണ ന മ. അപ്പോൾ അതിനെന്താ നമ്മൾ പറയുക? അനുനാസികം. നാസികം എന്ന് പറഞ്ഞാൽ മൂക്ക്, അനുനാസികം. അപ്പോൾ എന്താണ് ഈ ഒരു മൃദുവായ അക്ഷരങ്ങളില്ലേ, ഈ മൃദുവായ ഗ ജ ഡ ദ ബ, ഇതിനൊക്കെ നിങ്ങളൊന്ന് മൂക്ക് പിടിച്ചിട്ടൊന്ന് ഉച്ചരിച്ച് നോക്കൂ, അല്ലെങ്കിൽ പറഞ്ഞു നോക്കൂ. അപ്പോൾ കിട്ടുന്ന നമ്മൾ വരുന്ന സൗണ്ടുകളാണ് ങ ഞ ണ ന മ. നമ്മൾ ജലദോഷമൊക്കെ പിടിച്ചാൽ സംസാരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ങ എന്നുള്ളൊരു സൗണ്ടൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് മൃദുവിനെ മൂക്കിലൂടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന സൗണ്ടുകളാണ് അനുനാസികം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തത് യ ര ല വ. ഇവയെ എന്താ പറയുക? യ ര ല വ. ഇവയെ പറയുന്നതാണ് മധ്യമം. മധ്യമങ്ങൾ എന്നാണ് യ ര ല വ ഈ അക്ഷരങ്ങളെ പറയുന്നത്. പിന്നെ ഷ ഷ സ ഈ അക്ഷരങ്ങളെ പറയുന്ന പേരാണ് ഊഷ്മാക്കൾ. ഊഷ്മാക്കൾ. പിന്നെ അതുപോലെ തന്നെ ഹ എന്നുള്ളൊരു അക്ഷരം, അതിന് പറയുന്നതാണ് ഘോഷി. ഘോഷി. പിന്നെ അതുപോലെ തന്നെ ള ഴ റ. ഇതിനെന്താ പറയുക? ദ്രാവിഡ മധ്യമം. ദ്രാവിഡ മധ്യമം. യ ര ല വ. ഇതിനെന്താ പറയുക? മധ്യമം എന്നാണ് പറയുക. മധ്യമവുമായിട്ട് ബന്ധമുണ്ട് ഏതിന്? ദ്രാവിഡ മധ്യമത്തിന്. അതായത് യ കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നതാണ് ഴ, രായെ കുറച്ചുകൂടി കടുപ്പിച്ച് ഉച്ചരിക്കുന്നതാണ് റ. പിന്നെ അതുപോലെ തന്നെ ലായെ കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നതാണ് എന്ത്? ള. അപ്പോൾ ഇത് തമ്മിൽ മധ്യമവും ദ്രാവിഡ മധ്യമവും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. ചിലരൊക്കെ ഇപ്പോൾ എന്താ പറയുക, മഴ എന്നുള്ളതിന് മയ എന്ന് പറയാറുണ്ട് അല്ലേ? അതങ്ങനെ പറഞ്ഞ് ശീലിച്ച് വന്നിട്ടുള്ള ഒരു ശൈലിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷ ഷ സ എന്താണ്? ഊഷ്മാക്കളാണ്. ഹ എന്നുള്ളൊരു അക്ഷരം ഘോഷിയാണ്. ള ഴ റ എന്നുള്ള അക്ഷരം എന്താണ്? ദ്രാവിഡ മധ്യമാണ്. ഇങ്ങനെ രീതിയിലാണ് തിരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈനിനെ ക ഖ ഗ ഖ ങ, ഈ ഒരു ഇതിനെ എന്ത് പറയും? ഈ ഒരു ലൈൻ ഇപ്പോൾ ഇവിടുത്തെ ഞാൻ മായ്ക്കുന്നുണ്ട് കേട്ടോ. കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം എന്നൊക്കെ എഴുതിയത് മായ്ക്കുന്നുണ്ട്. ഈ ക ഖ ഖ ഖ ങ ഇതിനെ നമ്മൾ കണ്ഡ്യം എന്നാണ് പറയുക. കണ്ഡ്യം. അതായത് നമ്മൾ കണ്ടത്തിൽ നിന്ന് ഉച്ചരിക്കുന്നതിനെ, അതായത് നമ്മൾ ഉച്ചാരണ പ്രയത്നം വരുന്നത് നമ്മുടെ കഴുത്തിൽ നിന്നാണ്. കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുത്താണ്. അപ്പം ഈ ഒരു ക ഖ ഗ ഖ ങ ഇത് ഉച്ചരിക്കുമ്പോൾ എവിടെ നിന്നാണ്? നമ്മുടെ കഴുത്തിൽ നിന്നാണ് ആ ഒരു സൗണ്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കണ്ഡ്യം എന്ന് പറയുന്നത്. ഇത് താലവ്യം. താലവ്യം അതായത് ച ഛ ജ ഛ ഞ. അതായത് താലവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? താലു എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ണാക്ക് എന്ന് നമ്മൾ പറയാറില്ല. അതിന് ശരിക്ക് മലയാള ഭാഷയിൽ പറയുന്നത് ഉണ്ണാക്ക് എന്നാണ്. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഒരു ഉച്ചാരണ പ്രയത്നം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ അണ്ണാക്കിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് അതിന് താലവ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ട ഠ ഡ ഠ ണ ഈ ഒരു അടങ്ങുന്ന ലൈനിനെ പറയുന്നതാണ് മൂർധന്യം. മൂർധന്യം. അതായത് മൂർധന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂർധാവ്, ശിരസ്, നിറുക എന്നൊക്കെ പറയും. നമ്മുടെ ആ ഒരു ഉച്ചാരണ പ്രയത്നം വരുന്നത് എവിടെ നിന്നാണ്? നിറുകിൽ നിന്ന് അല്ലെങ്കിൽ ശിരസിൽ നിന്നൊക്കെയാണ് ഈ അക്ഷരങ്ങളെ ട ഠ ഡ ഠ ണ ഇതൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉച്ചാരണ പ്രയത്നം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ശിരസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ മൂർധന്യം എന്ന് പറയുന്നത്. അടുത്തത് ദന്ത്യം. ദന്ത്യം. ദന്ത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും. ദന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ല്. ഈ തവർഗത്തിനൊന്ന് പറഞ്ഞു നോക്ക്. ത ഥ ദ ധ ന. നമ്മൾ പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ നാവ് പല്ലിൽ തട്ടുന്നുണ്ട് അല്ലേ? പല്ല് നാവിൽ തട്ടുമ്പോൾ ആ ഒരു ഉച്ചാരണം വരുന്നത് എവിടെ നിന്നാണ്? പല്ലും നാവും കൂടി സ്പർശിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ദന്ത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തവർഗത്തിന് എങ്ങനെയാണ്? ദന്ത്യം എന്നാണ് പറയുക. പിന്നെ പവർഗം പറയുമ്പോൾ
ഓഷ്ട്യം. ഓഷ്ട്യം അതായത് പ ഭ ബ ഭ മ പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചുണ്ടുകൾ തമ്മിലാണ് സ്പർശിക്കുന്നത്. അപ്പോൾ ചുണ്ടുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഓഷ്ട്യം എന്ന് പറയുന്നത്. ഓഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ചുണ്ടാണ്. അപ്പോൾ ആ ചുണ്ടുകൊണ്ട് നമ്മൾ എന്താണ് സംസാരിക്കുന്നതിനെയാണ് എന്ത്, ഓഷ്ട്യം എന്ന് പറയുക. ഈ പവർഗം ഓഷ്ട്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത്, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എത്രയാക്കി തിരിച്ചിട്ടുണ്ട്, 5 ആക്കി തിരിച്ചിട്ടുണ്ട് പറഞ്ഞു അല്ലേ. നമ്മൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം ഇങ്ങനെ തിരിച്ചു. കണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം ഇങ്ങനെ 5 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉച്ചരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിൽ ശിഥിലാക്ഷരങ്ങൾ വരുന്നുണ്ട്, ദൃഢാക്ഷരങ്ങൾ വരുന്നുണ്ട്. ശിഥിലാക്ഷരങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്, ഈ അനുനാസികങ്ങളായിട്ടുള്ള അക്ഷരങ്ങളെല്ലാം തന്നെ ശിഥിലാക്ഷരങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മധ്യമങ്ങൾ എന്താണ് ശിഥിലാക്ഷരത്തിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഘോഷി, ഹ എന്നുള്ള അക്ഷരം ഏതിലാണ് വരുന്നത്, ശിഥിലാക്ഷരത്തിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ്രാവിഡ മധ്യമങ്ങളും ശിഥിലാക്ഷരത്തിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ദൃഢാക്ഷരങ്ങൾ വരുന്നത് ഏതാണ്, വ്യഞ്ജനാക്ഷരങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഊഷ്മാക്കളായിട്ടുള്ള ഷ, ഷ, സ ഇതും എന്താണ് ഏതിലാണ് വരുന്നത്, പിന്നെ ദൃഢാക്ഷരങ്ങളിലാണ് വരുന്നത്. ഇപ്പോൾ ശരിക്കും ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ക, ഖ, ഗ, ഘ, ങ ഇത് ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, കണ്ഡ്യം, താലവ്യമൊക്കെ ഇതിൻ്റെ കൂടെ ഒരു 2 ആ അക്ഷരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ആ, ഹ ഇതൊക്കെ ഉച്ചരിക്കുമ്പോൾ എവിടെ നിന്നാണ്, കഴുത്തിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ താലവ്യം ഉച്ചരിക്കുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, ഈ യ, ഷ ഇതൊക്കെ ഉച്ചരിക്കുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, അണ്ണാക്കിൽ നിന്നാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂർധന്യത്തിൽ നിന്ന് ഹൃ, ര, ഷ, ള, ഴ, റ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, മൂർധന്യാണ്. പിന്നെ അതുപോലെ തന്നെ ദന്ത്യം ല, സ ഇത് ദന്ത്യമാണ് വരുന്നത്. ഇത്രയും. പിന്നെ അതുപോലെ തന്നെ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത്ര രീതിയിൽ തിരിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു അല്ലേ. വർണ്ണങ്ങൾ ചേർന്നിട്ട് എന്താ ഉണ്ടാവണമെന്നാ പറഞ്ഞേ, വർണ്ണങ്ങൾ ചേർന്നിട്ട് അക്ഷരം ഉണ്ടാവണു. അക്ഷരം, വാക്ക്, വാക്യം ഇത്രയും ഉണ്ടാവണമെന്നുണ്ട് അല്ലേ. വർണ്ണം ചേർന്നിട്ട് അക്ഷരം. അപ്പോൾ അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. അമ്മ കുഞ്ഞിനെ ഉറക്കി. ഇതൊരു വാക്യമാണ് അല്ലേ. ഇതിൽ അമ്മ, ആ എന്നുള്ളത് എന്താണ്, ഒരക്ഷരമാണ്. ആ എന്നുള്ളത് ഒരക്ഷരമാണ്. ആൻ്റെ കൂടെ ഒരു മ അധികം മ ഇത് ചേർന്നപ്പോൾ എന്താണ്, മ അധികം ആ ചേർന്നപ്പോഴാണ് എന്താണ് അമ്മ. ഈ അമ്മ എന്നുള്ളൊരു വാക്ക് വന്നത് എങ്ങനെയാണ്, ആ അധികം മ അധികം ആയാണ് അമ്മ. അപ്പോൾ അത് പറഞ്ഞു അല്ലേ. ആ എന്നുള്ള അക്ഷരം എന്താണ്, വർണ്ണമാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതുപോലെ തന്നെ വർണ്ണങ്ങൾ ചേർന്നിട്ട് അക്ഷരങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആ എന്നുള്ളൊരു അക്ഷരം എന്താ പറയുക, വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അക്ഷരങ്ങൾ ചേർന്നിട്ട് അല്ലെങ്കിൽ അമ്മ എന്നുള്ളൊരു വാക്ക് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയാണ്, അമ്മ. മനസ്സിലായോ. അപ്പോൾ അതാണ് വർണ്ണങ്ങൾ ചേർന്നിട്ട് അക്ഷരങ്ങൾ ഉണ്ടാവണു, അക്ഷരങ്ങൾ ചേർന്നിട്ട് വാക്കുണ്ടാവണു, വാക്കുകൾ ചേർന്നിട്ട് വാക്യം ഉണ്ടാവണു. ഇത് അമ്മ ഒരു വാക്കുണ്ടായത് എങ്ങനെയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമ്മ കുഞ്ഞിനെ ഉറക്കി, ഇതൊരു വാക്യമാണ്. അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥം വരുന്ന ഒരു വാക്യമാണ്, അമ്മ കുഞ്ഞിനെ ഉറക്കി അല്ലേ. അപ്പോൾ അത് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ക എന്നുള്ള ഒരക്ഷരം വരുമ്പോൾ നമ്മൾ പറഞ്ഞു ക അധികം ആയാണ് ക. അതുപോലെ തന്നെ ഒരു കൂട്ടക്ഷരം വരുമ്പോൾ എങ്ങനെയാണ് വരിക, ഖ അധികം ആയാണ് എന്ത്,
ഖ എന്നുള്ളൊരു അക്ഷരം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഘ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് വരുന്നത്? ങ് അധികം ഖ് അധികം ആയാണ് എന്ത് ഘ എന്നുള്ളൊരു അക്ഷരം വരുന്നത്. അതുപോലെ തന്നെ ഞ്ച ഞ് അധികം ഛ് അധികം ആയാണ് എന്ത് ഞ്ച എന്നുള്ളൊരു അക്ഷരം വരുന്നത്. പിന്നെ അടുത്തത് ണ്ട ണ് അധികം ട് അധികം ആയാണ് ഇത് ണ്ട. എങ്ങനെയാണ് അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും വരുന്നത്, ഏതൊക്കെ വർണ്ണങ്ങളൊക്കെ കൂടിയിട്ടാണെന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ന്ത എന്നുള്ളൊരു അക്ഷരം ന് അധികം ത് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അധികം ആ. പിന്നെ അടുത്തത് മ്പ മ് അധികം പ് അധികം ആയാണ് എന്ത് മ്പ എന്നുള്ളൊരു അക്ഷരം. ഗ ഞ്ച ണ്ട ന്ത മ്പ. ഇത് 3 വർണ്ണങ്ങൾ കൂടിയിട്ടാണ് ഈ ഒരു അക്ഷരം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ക എന്നുള്ളൊരു അക്ഷരം ക്ക് അധികം ആയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താ പറയുക, നമ്മൾ മലയാളം അക്ഷരത്തിലുള്ള കുറേ കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ, നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്, അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഉപകാരപ്പെടും. നിങ്ങളെങ്ങനെയാണ് കുട്ടികളോട് ഉച്ചരിക്കേണ്ട രീതി, സംസാരിക്കേണ്ട രീതി, കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സൗണ്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ ഉപകരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.